ഗ്ലാസ്സിലല്ല, നല്ല മഞ്ഞ. സൂര്യനൊക്കെ ഉദിച്ചു വന്നതേ ഉള്ളൂ. 8 മണി ആറായി. തണുപ്പായിരുന്നു. എണീറ്റിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. എണീറ്റിട്ടും കിടക്കും ഒരാളവിടെ. വണ്ടി ഇതേ തണുത്തിരിക്കുക. സൂര്യനൊക്കെ ഉദിച്ചു, പക്ഷെ മൊത്തത്തിലങ്ങ് ഉദിച്ചില്ല. പകുതി സൂര്യൻ്റെ ചൂടങ്ങ് വരുന്നില്ല. അതെ, പകുതി ആയതുകൊണ്ട്. അവൾ രാവിലെ പല്ലേക്കാൻ പോവാ. അതെ, ഞാൻ രാവിലെ എണീറ്റ് ഫ്രഷായി പല്ലേക്കാൻ പോവാണ്. കാറ്റടിച്ചിട്ടേ തണുക്കുന്നു, കൈയൊക്കെ മരച്ചിരിക്കുന്നു. അതാ കാറ്റുണ്ട്, കാറ്റിന് നല്ല തണുപ്പ്. തണുക്കുന്നു. ചായ വേണോ? ചായ ചായ ഇപ്പൊ ഇവിടുത്തെ ചേട്ടൻ ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് ഇവിടെ ചേർത്ത്. തണുക്കുന്നുണ്ടല്ലേ? മുഖത്തോട്ടൊന്ന് വെള്ളം വെച്ചപ്പോ നന്നായിട്ട്. ഇങ്ങനെയല്ല ഞാനും കൊച്ചെ ഞങ്ങളുടെ കമ്പിളി മുടക്കിക്കൊണ്ടിരുന്നത്. ഓ, നിങ്ങൾ താഴെ പിടിച്ച് മടക്കുന്ന ആൾക്കാരായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ പിടിച്ചാണ്. ഒരെണ്ണോടുണ്ട്, എടുത്ത് അറ്റം കണ്ടുപിടി. രാവിലെ നല്ല ചൂട് ചായയൊക്കെ കിട്ടി. ഇവര് പമ്പിൽ ചായ കുടിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളോട് ചോദിച്ചു ചായ വേണമെന്ന്. ഞങ്ങൾക്ക് 2 ചായ ഉണ്ടെന്ന് തന്നു. എന്നോട് ചോദിച്ചു, നേരത്തെ പറയണ്ടായിരുന്നു ചോദിച്ചു വേണമെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങള് തണുത്ത് നിൽക്കുന്ന കണ്ടോ ഒരു ചായ ചോദിച്ചു. പക്ഷെ നമ്മള് കരുതിയത് എങ്ങോട്ടേലും വണ്ടിയൊക്കെ മാറ്റിയിട്ടിട്ട് ഗ്രീൻ ടീ ഉണ്ടാക്കാതായിരുന്നു. അതെ, പതുക്കെ ചായ കുടിച്ച് പോവാന്നായിരുന്നു. അതിന് പിന്നെ ചായ കിട്ടിയെന്നാലും. അതെ, രാവിലെ വണ്ടിയുടെ അവിടെ ചേർന്ന് നിൽക്കുമ്പോ കാറ്റങ്ങ് അടിക്കുന്നില്ല. അതെ, വണ്ടി അവിടെ കാറ്റിന് പ്രശ്നമില്ല, ഇത്ര തണുപ്പില്ല. അല്ലെങ്കിൽ തണുപ്പില്ല, കാറ്റില്ലെങ്കിൽ ഓക്കെയാ. പക്ഷെ കാറ്റ് വന്നാ തീർന്നു. ഞാനേ ഡ്രസ്സൊക്കെ 2 വട്ടം എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി മാറിയിട്ട് പോരെ. ഞാനിപ്പോ എന്റെ പുട്ടി ഒന്ന് റെഡിയാക്കട്ടെ. അതെ, വാഷ്റൂം ഒക്കെ നല്ല വൃത്തിയുള്ള വാഷ്റൂം ഉണ്ടോ? നല്ല നീറ്റ് വാഷ്റൂം, അതുകൊണ്ട് കുഴപ്പമില്ല. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അതെ. നമ്മൾ ഇന്നലെ ഇവിടെ ഈ പമ്പിലാണ് കിടന്ന് ഉറങ്ങിയത്. രാവിലെ എണീറ്റ് ഞങ്ങൾ റെഡിയായി. വണ്ടി ഇതേ അവിടെ ഇന്നലെ അവരുടെ കാർ പാർക്കിങ്ങിൽ, പമ്പിൻ്റെ തന്നെ കാർ പാർക്കിങ്ങിൽ കയറ്റിയിട്ടാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയത്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് പമ്പിലെ. നല്ല സാറിനും ഇതൊക്കെ ആയിരുന്നു. നമുക്ക് രാവിലെ ചൂടുവെള്ളം ഇതൊക്കെ കൊണ്ട് തന്നു, ചായ കൊണ്ട് തന്നു. അതെ, നല്ല സാറിനായിരുന്നു. आपका नाम? महेंद्र वैष्णव। മഹേന്ദ്രൻ. ചതൻ രാജ്പൂത്. സുദ്രേഷ് ചൗധരി. ഇവിടെ ഇപ്പം കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഫിൽറ്റർ വാട്ടർ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് പോവാം. തന്നെയല്ല, ഞാൻ ഇവരോട് ചോദിച്ചു ഇവിടെ എവിടെയൊക്കെയാണ് കറങ്ങാനുള്ളത്. ഒരാൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ഇവരുടെ കടയ്ക്കകത്ത് തന്നെ റൂട്ട് മാപ്പ് ഉണ്ട്, ഇവിടെയൊക്കെ ഫേമസ് സ്ഥലങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് തീരുമാനിക്കും എങ്ങോട്ട് ആദ്യം പോകണമെന്നൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. അതെ, ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് ഔട്ട്ഫിറ്റ്. അതെ, എൻ്റെ ഒന്നുമല്ല, അമ്മയുടേത്. ഇത് അമ്മയുടെ. നന്നായി, രണ്ടുപേരും അമ്മയുടെ ഡ്രസ്സ് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അതെ. നമ്മൾ വെള്ളമൊക്കെ നിറച്ചു. വണ്ടിയൊക്കെ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് ചാച്ച ഗ്ലാസ് ഉടയ്ക്കാൻ കയറി. ഇത്ര കൈക്ക് നീളമുള്ളൂ, ഇന്ന് നമുക്ക് അപ്പുറത്തുനിന്ന് തുടയ്ക്കാം. അപ്പോൾ നമ്മൾ റെഡിയായി, ഇനിയിപ്പോൾ പോയേക്കാം ജോധ്പൂരിലേക്ക്. ഇവിടെ ട്രക്ക് ലേബയിൽ നമുക്ക് വണ്ടി ഒതുക്കാം. അതെ, ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്കങ്ങ് പോവാം. നേരെ പാത്രത്തിൽ നിന്ന് കഴിക്കണോ? ചെറുതായിട്ട്. നട്ട്സ് ഉണ്ട്, പിന്നെ കഞ്ഞി എടുത്ത് വെച്ചു. അതെ, അത് രണ്ടും കൂടെ കഴിക്കാം. ഡേറ്റ്സും ഉണ്ട്. അതെ, കഞ്ഞിക്ക് പിന്നെ ഇതുണ്ട് നമുക്ക് തേങ്ങാ ചമ്മന്തി, ചമ്മന്തിപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്. സുഖമായിട്ട് കഴിക്കുക കഞ്ഞി. അതെ, ഉച്ചക്ക് നമ്മൾ വെളിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. അതാവും നല്ലത്. ഉച്ചയ്ക്ക് എല്ലാവരും വെളിയിൽ നിന്ന് കഴിക്കാനേ പറ്റുള്ളൂ, കാരണം കറങ്ങാൻ പോകല്ലേ ഇന്ന്. വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാം. വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കുക വെച്ചാൽ രാവിലത്തേക്കും രാത്രിത്തേക്കും ആവും. അതെ, വൈകുന്നേരം എന്താ ഉണ്ടാക്കാം? നടന്നുകൊണ്ട് ചിന്തിക്കണം നമ്മളിന്ന് ട്രിപ്പ് പോകുമ്പോൾ. വൈകുന്നേരം ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയല്ല. ബ്രെഡും എല്ലാം മേടിച്ചു വെക്കാം, ബ്രെഡും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെക്കാം. പമ്പിൽ നിന്ന് അവർ നല്ല ചൂടുവെള്ളം തന്നു, അതുകൊണ്ട് കഞ്ഞിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ചു. അതെ, ഞാൻ ഒഴിച്ചു. ഞാൻ രാവിലെ ഗ്യാസൊക്കെ എടുക്കേണ്ടത് നോക്കിട്ട് ഞാൻ പിന്നെ ഒഴിച്ചും കഴിച്ച് അതുകൊണ്ട് കഞ്ഞിയാക്കി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോന്നു. ഇപ്പം നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് മെഹ്റാം ഫോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഹൈവേ ഒക്കെ വിട്ടിങ്ങി ഇറങ്ങി. ടൗണിൽ നിന്ന് നമ്മളൊരു 10-16 കിലോമീറ്റർ ഇങ്ങ് പോന്നായിരുന്നു ഹോട്ടലിലോട്ട്. നമ്മൾ ഒരു ദിവസം കൊണ്ട് കണ്ടു തീരുമോ ജോധ്പൂര്? നമ്മളിന്ന് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്ന ഒന്ന് മെഹ്റാം ഫോർട്ടിൻ്റെ അകത്താണ് ശീഷ് മഹലും മോട്ടി മഹലും വരുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ആ ബ്ലൂ സിറ്റി കാണാൻ പറ്റുന്ന, ബ്ലൂ സിറ്റി ആണല്ലോ ജോധ്പൂർ. അപ്പം ബ്ലൂ സിറ്റിയിലൂടെ ആ ലൈനുണ്ട്, നടക്കുന്ന ലൈൻ, അവിടെ പോകണം. പിന്നെ പറ്റുവാണെങ്കിൽ കുറച്ച് ഷോപ്പിങ്ങിന് പോവാം. പിന്നെ മറ്റേ ഇതും ഒരു റോക്ക് ഡെസേർട്ട് ഉണ്ടല്ലേ,
റോക്ക് റോക്ക് പാർക്ക് അതന്നെ അവിടെയും കൂടെ അത് സമയമുണ്ടേ പോവാം. അത് വൈകുന്നേരം പോകാൻ വേണേ, സൺസെറ്റിന്റെ സമയം. അതിപ്പം എന്തായാലും പാലസും ഇതൊക്കെ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സമയമാകും. പിന്നെ ഒരു ക്ലോക്ക് ടവർ പോലെ ടവർ അല്ലേ, അതിന്റെ അടുത്ത് തന്നെയാണ് ഇത് ബ്ലൂ ലൈൻ ഒക്കെ. അപ്പൊ അവിടെയും കൂടെ അത്രയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് റെഡ് സാൻഡ്സ്റ്റോണിന്റെ ക്വാറിയാ. ഇവിടെ ജോധ്പൂരിലെ ബിൽഡിങ്ങുകളൊക്കെ റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നലെ നല്ല സുഖം ഉറക്കമായിരുന്നു. നല്ല സുഖം ഉറക്കായിരുന്നു. വണ്ടിക്ക് അതിളക്കാൻ നല്ല സുഖം അല്ലേലും. പക്ഷെ എനിക്ക് അങ്ങനെ മടുപ്പൊന്നും തോന്നില്ല ഞാൻ ഈ ഫ്രണ്ടിൽ കിടന്നിട്ട്. രാവിലെ എണീറ്റപ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നു. എനിക്ക് പിന്നെ സീറ്റേ കിടക്കുന്ന ഭയങ്കര കംഫർട്ടുള്ള കാര്യമാണ്. രാവിലെ തണുപ്പാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മളെ പുതപ്പങ്ങ് മാറ്റുമ്പോൾ ഉള്ള തണുപ്പേ ഉണ്ടായിരുന്നു. പുതപ്പ് വെച്ചാൽ നല്ല ചൂട് തന്നെ ആയിരുന്നു. കമ്പിളിയല്ലായിരുന്നു കയ്യില്. കമ്പിളി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കമ്പിളിക്ക് ഇറങ്ങുമ്പോ നല്ല തണുപ്പായിരുന്നു. അതെ. ഈ കാണുന്നതൊക്കെ റെഡ് സാൻഡ്സ്റ്റോണാ. നമ്മൾ ഇന്നലെ തൊട്ട് ഇഷ്ടം പോലെ ഇതുപോലെ ക്വാറികളും സാൻഡ്സ്റ്റോൺ കാണുന്നുണ്ടല്ലേ റെഡ്? അതെ, ഇഷ്ടം പോലെ കാണുന്നുണ്ട്. നമ്മള് ബ്ലൂ സിറ്റി ആയ ജോധ്പൂരിലേക്ക് എടുക്കാറായി. ഇതിന്റെ അപ്പുറത്തോട്ടെല്ലാം മൊത്തം ക്വാറി റെഡ് സാൻഡ്സ്റ്റോണിന്റെ. ഇവിടെ എല്ലാം അതെ അല്ലേ? ഇവിടെ ഫുള്ള് റെഡ് സാൻഡ്സ്റ്റോണിന്റെ ഏരിയ. ഇവിടെ ഇപ്പൊ ജോധ്പൂരില് ടൂറിസ്റ്റിന്റെ പീക്ക് സീസണാ. എല്ലായിടത്തും അതെ. രാജസ്ഥാൻ മൊത്തത്തിൽ അതെ. ഈ ഒരു സമയത്ത് എല്ലാവരും വരുന്നത്. ഇവിടെ ഈ സമയത്ത് തണുപ്പുള്ളത്. അപ്പൊ ഈ സമയമാണ് സീസൺ എടുത്ത്. നമ്മൾ ആദ്യം പോകുന്നത് ഫോർട്ടിലേക്കാ. ഫോർട്ടിന്റെ പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് നടക്കാം. യെസ്. ജോധ്പൂർ കുറച്ചുകൂടെ മരങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒന്നുകൂടെ ഗ്രീനറിയാ. നമ്മള് ജയ്സാൽമീർ കുറച്ചുകൂടെ മരുഭൂമി ഉണ്ടായിരുന്നു. പക്ഷെ ജോധ്പൂരില് കുറച്ചുകൂടെ മരങ്ങളും ആലൊക്കെ ഉണ്ട് വലിയ. അതെ, അതൊക്കെ ആല. ഇതെല്ലാം ഇവിടുത്തെ വീടുകളാ. നമ്മൾ എവിടെ പോയാലും ഇവിടെ ഏറ്റവും ഭംഗിയുള്ളത് ടൗണിനേക്കാളും ഔട്ടർ ഏരിയ സ്ഥലത്തിന്റെ. സത്യം. നമ്മൾ ഇന്നലെ നേരെ സിറ്റിയുടെ സെന്ററിലോട്ടാ പോയത്. അതെ. ഇന്ന് നമ്മൾ ഇത്തിരി സൈഡിൽ കൂടെയുള്ള വഴിയായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ വീടുകളൊക്കെ ഉള്ള ഏരിയ. ഇവിടെയൊക്കെ തിരക്കും കുറവാ. ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ അത് നമ്മള് സെന്ററിൽ കയറിയിട്ട. നമ്മള് ഫോർട്ടിലോട്ട് അടുക്കാറായി. ഇവിടെ ഉണ്ട് പശുക്കൾക്കെല്ലാം ഇവിടെ ഇഷ്ടംപോലെ പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഇതുണ്ടോ, പുല്ലും കൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് ആൾക്കാർ മേടിച്ച് പശുവിന് കൊടുക്കുന്ന ആ പുല്ല്. നേരെ കാണുന്ന ഫോർട്ടിന്റെ മതിലാ. ഫോർട്ടിലോട്ട് എടുക്കാറായി. ഇവിടെ ചെറിയൊരു കുന്നിന്റെ മുകളിലാണ് ഫോർട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കോട്ടമതിൽ കടന്നു കയറി. ഇത് ഫോർട്ടിന്റെ പാർക്കിംഗാണ്. നമുക്ക് ഇവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു പോവാം. ഫ്രണ്ടിൽ നിന്ന് റൈറ്റ് നേരെ പോട്ടെ. ഇവിടെ ഫുള്ളാന്ന് തോന്നുന്നല്ലേ? അവിടെ പാർക്കിംഗ് ഇതായെന്ന് തോന്നുന്നു. അത് എക്സിറ്റ് ആണെന്ന് തോന്നുന്നു. ഇതായിരിക്കും എൻട്രി പാർക്കിങ്ങിന്റെ. കണ്ടോ, ഇതാ എൻട്രൻസ്. അപ്പുറത്തെ എക്സിറ്റാ. തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഫീ ഉണ്ട് 50 രൂപ. കൊടുക്കുക. നെറ്റ് ചതിക്കായിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഫുള്ള് വണ്ടികളാണ്. നല്ല തിരക്കുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി. യെസ്, നമുക്ക് ഫോർട്ട് കാണാം. അതെ, നല്ല തിരക്കുണ്ട് ഇവിടെ. നല്ല വെയിലും. രാവിലെ നല്ല തണുപ്പ്, ഇപ്പം നല്ല വെയിൽ. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ആ കാണുന്നതാണ് ഫോർട്ട്. ഇവിടെ പാർക്കിങ്ങിൽ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെയും പാർക്കിംഗ് ഉണ്ടായിരുന്നു. കുറേ ഉണ്ട് പാർക്കിംഗ്. അവിടെയൊക്കെ ഫുള്ളായിട്ടാന്ന് തോന്നുന്നു. നമ്മളോട് ഇവിടെ ഇടാനാണ് പറഞ്ഞത്. മെഹ്റാൻഗഡ് ഫോർട്ട് ഇതുവഴിയാണ് എൻട്രി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഇവിടെ വെപ്പൺസ്, ഫുഡ് ഐറ്റംസ്, അതുപോലെ സിഗരറ്റ്, ഗുഡ്ക, പാൻ മസാല, പ്ലാസ്റ്റിക് ബാഗ്സ്, ഇങ്ങനെ സെൽഫി സ്റ്റിക്ക്, ഡ്രോൺ ക്യാമറ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ആ കയ്യിരിക്കണ സെൽഫി സ്റ്റിക്ക് കൊണ്ട് തിരിച്ചു വെച്ചിട്ട് വരും. നമ്മുടെ ഉണ്ടായിരുന്നു. നീ കൊണ്ടുവച്ചിട്ട് വരണം. നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാലസ് ആണെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഇത് മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്. നല്ല ക്ലീനാണ് സറൗണ്ടിങ്സ് ഒക്കെ ഫുള്ള്. വാഷ്റൂമും നല്ല ക്ലീൻ ആയിരുന്നു. ഫോർട്ടിൻ്റെ അകത്തും ഉണ്ടെന്ന് തോന്നുന്നത് വാട്ടർ, ടോയ്ലറ്റ്. എൻട്രി നേരെ അങ്ങോട്ട്. ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, മേളിലായിരിക്കും. സ്റ്റെപ്പും ഉണ്ട്, അതുപോലെ വീൽ ചെയറിന് പറ്റിയ പാത്ത് വേ ഉണ്ട്. കൊള്ളാമല്ലേ, നല്ല ഐഡിയപരമായി പണിതിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലൊന്നാണ് മെഹ്റാൻഗഡ് ഫോർട്ട്. 15-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. ഇവിടെ ഒട്ടക സഫാരിയൊക്കെ ഉണ്ട്. നല്ല പെയിൻറ്റിങ്സ് രണ്ട് സൈഡിലും. ഇതെല്ലാം ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറുകളാണ്. എത്ര രൂപ ടിക്കറ്റ് ചാർജ്? 200 രൂപ ഒരാൾക്ക്. നല്ല ടിക്കറ്റ്സ്. ഫോറിനേഴ്സിന് ഇവിടെ 800 രൂപ ഒരാൾക്ക്. 800 രൂപയും
പിന്നെ ടൂറിസ്റ്റ് കോട്ട് ഫീ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്കാണ്. അല്ല അത് അല്ല അത് നമുക്കല്ല, അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ വേറെ ഇതാ 500 രൂപ അവർക്ക്. ഇത് എൻട്രിക്കുള്ള ക്യൂ ആവാ. ബാക്കി കുടിക്കോ. അപ്പോൾ ഈ മെഹ്റാൻഗഡ് ഫോർട്ടിന്റെ അകത്താണ് മോട്ടി മഹലും ശീഷ് മഹൽ. മോട്ടി മഹൽ എന്ന് പറഞ്ഞാൽ പേളിന്റെ, ശീഷ് മഹൽ മിററിന്റെ. ഓ ഓക്കെ, ശീഷ മിറർ. കോട്ടവാതിൽ ഇവിടെ എടുത്തു വച്ചേക്കോന്ന് തോന്നുന്നു. ഇവിടെ നിന്നാൽ നമുക്ക് ജോധ്പൂരിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇവിടെ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. എനിക്ക് മോട്ടി മഹലും ശീഷ് മഹലും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് ആ എൻട്രൻസിൻ്റെ അവിടെ ആയിരുന്നു, നമ്മൾ ഇങ്ങോട്ട് പോകുന്നു നേരെ. ഇവിടെ ഉണ്ട് കേട്ടോ കോട്ടവാതിൽ, വലിയ ഡോർ. 1459 ജോധ്പൂരിൻ്റെ രാജാവായ റാവു ജോധയാണ് ഈ കൊട്ടാരം പണിതത്. അവിടെ എന്തോ പാട്ടും ഡാൻസും ഒക്കെയാ. അവിടെ തബല വായിക്കുന്ന ഒരാളുണ്ട്. ഓ സോങ്ങാ പാടുന്നത്. മലയാളികളാട്ടോ, മലയാളികളാ ഫുള്ള്. ആദ്യം ഇതിന് മുന്നേ മറ്റേ ഇതായിരുന്നു, നമ്മുടെ തിത്തിത്തായിരുന്നു. നമ്മളിപ്പോൾ ഇവിടുത്തെ മ്യൂസിയത്തിലെത്തി. പണികളൊക്കെ കണ്ടോ അല്ലേ, നല്ല രസമുണ്ട്. നമ്മൾ ഇത്തവണ മിക്ക ഫോർട്ടിൽ കയറുമ്പോഴും ഇതുപോലത്തെ പണികളാണ് കാണുന്നത് എല്ലായിടത്തും. അതെ, ഈ രാജസ്ഥാനി സ്റ്റൈൽ. ഇത് രാജസ്ഥാനി സ്റ്റൈൽ തന്നെയല്ല, രാജ്പുത്തും കുറെ ഇത് ചേർന്നിട്ടുള്ള സ്റ്റൈലുകളാണ്. എല്ലായിടത്തും അതിന്റെ പെയിന്റിങ്സും ഉണ്ട് കേട്ടോ. പല്ലക്ക് നല്ല പെയിന്റിങ്സ്, നല്ല രസമുണ്ടല്ല. ആ, ഇത് റാണിമാരെ പൊക്കൊണ്ടിരുന്ന പല്ലക്ക കവർ ചെയ്ത്. ഇത് നല്ല ഭംഗിയുള്ളൊരു പല്ലക്ക. ഇത് വുഡും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പെയിന്റിങ്സ് ഒക്കെ ഉണ്ടോ അതിൽ. ഇതൊക്കെ സൈഡിൽ ഇരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായില്ല. എന്തോ ഉപ്പിയും ചേർത്തിട്ട് എന്തോ സംഭവം ഇവിടെ ഗൈഡ് പറഞ്ഞത്. നമ്മൾ ഗൈഡിനെ ഒന്നും എടുത്തില്ല, നമുക്ക് ജസ്റ്റ് കണ്ടുപോകാൻ വേണ്ടിയാ. അതെ, ഇത് ഇപ്പോഴത്തെ രാജാവിൻ്റെ ഒക്കെ ഫോട്ടോ കേട്ടോ. ഈ മെഹ്റാൻഗഡ് ഫോർട്ട് സൂര്യ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് മഹാരാജ ഗാജ് സിംഗ് ഒന്നാമൻ. ഇതിവിടുത്തെ കോസ്മെറ്റിക് ബോക്സാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു പല്ലക്കാണ്. ഈ രാജകുടുംബം ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ആ, ഇപ്പോഴും ഉണ്ട്. ഇതിൽ കുറച്ച് ഭാഗം മാത്രമല്ലേ ഈ ഫോർട്ടിൻ്റെ കുറച്ച് ഭാഗത്തെ പബ്ലിക്കിന് ഓപ്പൺ ആയി കൊടുത്തിട്ടുള്ളൂ. ഇവിടുന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി ഈ ഫോർട്ടിൻ്റെ മേളിലെത്താം. ഇനി ഇവിടെ നിന്ന് ഇതുവഴി നേരെ പോകുമ്പോൾ നമുക്ക് ശീഷ് മഹൽ, ഫൂൽ മഹൽ, അതുപോലെ തഖത് വിലാസ് 3 സ്ഥലങ്ങൾ ഇതുവഴി പോകുമ്പോഴാണ്. ഇതാണ് ശീഷ് മഹൽ, ഫുള്ള് മിററാണ്. പണ്ട് കാലത്ത് ഈ ശീഷ് മഹലിനകത്ത് നമ്മളൊരു ക്യാൻഡിൽ, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ഇതും ഫുള്ള് നല്ല ബ്രൈറ്റായിട്ട് ഫുള്ള് ലൈറ്റാവും. അതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഫൂൽ മഹൽ. 18ാമത്തെ സെഞ്ച്വറിയിൽ മഹാരാജ അഭയ് സിംഗ് പണിത പ്രൈവറ്റ് ഓഡിയൻസിനുള്ള ഹാളാണിത്. ഈ ഹാളിന് ചുറ്റും രാജാക്കന്മാരുടെയൊക്കെ പെയിൻറ്റിങ്സും ഫോട്ടോസും ഒക്കെ ഉണ്ട്. ജോധ്പൂർ സിറ്റിയാണ് കാണുന്നത്. ഇതാണ് തഖത് വിലാസ് അല്ലെങ്കിൽ ബെഡ് ചേമ്പർ. രാജാവിൻ്റെ ബെഡ്റൂം ആയിരുന്നത്. കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. നല്ല ഗ്രാൻഡ് ബെഡ്റൂം. ഫൂൽ മഹലിൻ്റെ ഒരു സിമിലാരിറ്റി. ആ, ഇതാണ് ജാൻകി മഹൽ. ഇവിടെ നിന്നാണ് റാണിമാരൊക്കെ ഓരോ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പ്രോഗ്രാംസും ഫെസ്റ്റിവൽസും ഒക്കെ സമയത്ത് ഇവിടെ നിന്ന് അവരതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇത് പിള്ളേരുടെ തൊട്ടിലുകളാണെന്ന് തോന്നുന്നല്ലേ. ആ, ഇതെല്ലാം പിള്ളേരുടെ തൊട്ടിലുകളാണ്. പെയിൻറ്റിങ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. എല്ലായിടത്തും ഇതുപോലെ കുറേ പെയിൻറ്റിങ്സാണ്, ഭയങ്കര കളർഫുള്ളാണ്. ഇവിടെ ഫുള്ള് നീല കളർ. ആ രാജാവിൻ്റെ ബെഡ്റൂമിൽ കാണാമായിരുന്നു നല്ല കളർ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അകത്ത്, നല്ല തിരക്കുണ്ട്. ഇതാണ് മോട്ടി മഹൽ. 16ാമത്തെ സെഞ്ച്വറിയിൽ പണിത ഈ മഹൽ. ഇവിടെ ഉള്ള കൊട്ടാരത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് മഹലുകളിലൊന്നാണിത്. ഇവിടെ ഓഡിയോ ഗൈഡ് ഉണ്ട്. അപ്പം ഫോറിനേഴ്സൊക്കെ അതാ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് നടക്കുന്ന കണ്ടില്ലേ ഫോറിനേഴ്സ്.
അത് ഓഡിയോ ഗൈഡാ. ചില റെയിലൊക്കെ ഉണ്ടത്. ഇവിടെ തീർന്നു പാലസിൻ്റെ അവസാനത്തെ സ്പോട്ട് ഇതാ. പാലസിൻ്റെ അകത്തൊക്കെയും ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. ഇവിടെ ക്രാഫ്റ്റ് ബസാറുണ്ട്. ഇവിടെ ഇതിനകത്ത് ഇഷ്ടംപോലെ കടയുണ്ട് ഈ ഹോട്ടലിൻ്റെ അകത്ത്. ഷൂസ് തന്നെ കുറേ ഉണ്ട്. ഷൂസിൻ്റെ ഏരിയ ഉണ്ട്, ഡ്രസ്സിൻ്റെ ഏരിയ ഉണ്ട്. ഇതൊക്കെ ബ്ലോക്ക് പ്രിൻസ് ഒക്കെ ഉപയോഗിച്ചുള്ള ഇവിടെ ഫോട്ടോൻ്റെ അകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് മേടിക്കാൻ. പക്ഷെ എല്ലാത്തിനും ഇത്തിരി റേറ്റ് കുറച്ച് കൂടുതലാണ്. ഈ പാലസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും വെള്ളവും അങ്ങനെ എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് സ്പോട്ടുകളും എല്ലാം ഉണ്ട്. ഇതാണ് കോട്ടയുടെ മേളിലുള്ള പീരങ്കി സ്പോട്ട്. ഇവിടെ ഒരു മന്ദിറുണ്ട്. ഇതിപ്പം നമ്മൾ മന്ദിറിലൂടെ പോയി കഴിഞ്ഞാൽ ഫുൾ സ്പോട്ട്. കോട്ടയുടെ മതിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ ഫുള്ള് ജോധ്പൂർ കാണാം. ഈ ബ്ലൂ കളറൊന്നും കാണുന്നില്ലല്ലേ? ഇല്ല, ഇതൊക്കെ അവിടെ എവിടെ ആയിട്ട് എനിക്കൊന്ന് അപ്പുറത്തെ സൈഡിലെല്ലാം ആയിരിക്കും. ഇവിടുത്തെ ഒരു സൈഡാണ് ഈ ബ്ലൂ കളർ എന്നുവെച്ചാൽ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, അതാണ് ഈ ഫുള്ള് ബ്ലൂ കളറിൽ പെയിൻറ് ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ ഇതൊക്കെ റെഡ് സാൻഡ് സ്റ്റോൺ ഒക്കെ യൂസ് ചെയ്ത് പണിതേക്കുന്നത്. ഇതാണ് മന്ദിർ, ശിവമന്ദിറാന്ന് തോന്നുന്നു അല്ലേ? ആ, ശിവമന്ദിര. നമ്മൾ അവിടെ തൊട്ട് വരുന്ന എല്ലാ ഫോർട്ടിലും മേളിലൊരു സിറ്റി വ്യൂ പോയിന്റ് ഉണ്ടാവും. മിക്കയിടത്തും സിറ്റി വ്യൂ പോയിന്റ് കാണണമെങ്കിൽ ഫോർട്ടിൽ പോയാൽ മതി. അതെ, വേറെ എവിടത്തും വേണ്ട, ഫോർട്ട് മതി. തന്നെയല്ല സൺസെറ്റും ഉണ്ട്. സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ അതല്ല സൺസെറ്റ്, പിന്നെ വേറെ ഇഷ്ടംപോലെ പോയിന്റുകളുണ്ട് കേട്ടോ. ഫോർട്ടിന്റെ മേളിൽ ഇരിക്കുന്നതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ പുതിയതായിട്ട് പണിയുന്നതാന്ന് തോന്നുന്നു. ഇതെല്ലാം പുതിയതായിട്ട് എന്തൊക്കെയോ പണിയുന്നതാണ്. അതും റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചോ പണിയുന്നത്. 2-2.5 മണിക്കൂറായി നമ്മൾ ഫോർട്ടിൽ കയറിയിട്ട്. അതെ, ഇപ്പം വെളിയിലോട്ട് ഇറങ്ങാം. പിന്നെ ഇപ്പോൾ പോകുന്നത് ബ്ലൂ സിറ്റി ലൈനിലോട്ടാണ്. പക്ഷെ അങ്ങോട്ട് കാറ് പോയില്ലെന്ന് പറഞ്ഞാൽ ചെറിയ ഇടവഴിയാണ്, ഗല്ലി പോലത്തെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്ക് പോകണം. ഓട്ടോ ഞങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാവരും 200-250 പറഞ്ഞത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം 200 രൂപ 250 രൂപ പറഞ്ഞു. ചെറിയതിന് കിട്ടുകയാണെങ്കിൽ നോക്കാം. അതെ, അങ്ങനെ നമ്മൾക്ക് ഓട്ടോ കിട്ടി 50 രൂപ. പക്ഷേ നമ്മളെ വെളിയിലേ വിടുള്ളൂ. ബ്ലൂ സിറ്റി എവിടെ നിന്ന് തുടങ്ങുന്നോ ബാക്കി നടന്നു പോകണം, അതിൻ്റെ വെളി വരെ വിടുള്ളൂ. എവിടെ വരെ വിടുമെന്നുള്ള എനിക്കറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാം. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അതിൻ്റെ ബ്ലൂ സിറ്റി എവിടെ തുടങ്ങുന്നോ അവിടെ വിടുമെന്ന് പറഞ്ഞു. 50 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. 200 ആയിരുന്നു പുള്ളിയും പറഞ്ഞത്. പിന്നെ നമ്മൾ അകത്ത് കൊണ്ട് എവിടെയോ വിടുമെന്ന്. 200 രൂപയ്ക്ക്. 50 രൂപയ്ക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇനിയും കുറെ നടക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ നടന്നോളാന്ന് പറഞ്ഞപ്പം 50 രൂപയ്ക്ക് വെളി വരെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഈ ബ്ലൂ സിറ്റിയുടെ അങ്ങോട്ടൊന്നും വണ്ടി പോയില്ല. ഇല്ല, എല്ലാം ഗലികളാണ് കൂടുതലും. ഇന്നലെ നമ്മൾ വന്ന് കയറിയില്ലേ, അതുപോലെ ടൗൺ ഏരിയ. नया बिल्डिंग ऐसे नहीं होता है ना। जैसे जो आप जो अभी ये जो सिटी जा रहे हो ना, ये ओरिजिनल ब्लू सिटी है, ऑलरेडी ब्लू सिटी। हाँ, अभी क्या है, गाइड वगैरह लोग लेके जा रहे हैं। वहाँ पे सिटी पुलिस में बनाया हुआ है 4-5 मकान, वो पेंटिंग एंटिंग की हुआ है, बच्चे बना है। अब क्या गाइड्स भी नहीं जाते, आजकल फॉरनर भी उधर ही जा रहे हैं। बाकी ओरिजिनल ब्लू सिटी है। പൊന്നെന്തോ കാര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയല്ല. ഞാൻ ചോദിക്കായിരുന്നു, പഴയ ബിൽഡിങ്സുകളാണ് ഈ ബ്ലൂ സിറ്റി എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ ഉള്ള ഈ നൗചോക്കിലുള്ള ഫുള്ള് പഴയ ബിൽഡിങ്സാണ്. നൗചോക്കിയാണ് ഒറിജിനൽ ബ്ലൂ സിറ്റി. പിന്നെ വേറൊരു സ്ഥലവും കൂടെ ഉണ്ട്, അതും ഇപ്പം ബ്ലൂ സിറ്റി പോലെ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ ഏൻഷ്യന്റ് ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞാൽ നൗചോക്കിയാണ്. वो क्लॉक टावर कहाँ है? वो नवचौकिया में या नहीं? नहीं, आप ब्लू सिटी में है? ब्लू सिटी में नहीं, स्टीफन के पास में है. ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. അത് വേറെ എവിടെയോ ആണ്, ഏതൊരു സ്ഥലം എനിക്ക് മനസ്സിലായില്ല. അപ്പം അവിടെയാണ് ആ ക്ലോക്ക് ടവർ ഉള്ളത്. അപ്പം ഞങ്ങളിവിടെ ഓട്ടോയ്ക്ക് കൊണ്ടുവന്ന് വിട്ടു. അതെ, അപ്പം 200 രൂപയുടെ ചാർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗള്ളിക്കകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോക്കാർക്കും തിരിച്ചിറങ്ങി വരവ് ഭയങ്കര ചടങ്ങാണ്, ഭയങ്കര പാട്. അവർ ഇത് കയറി ഇങ്ങനെ ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് കൂടുതലും റേറ്റ് ചോദിക്കുന്നത്. നവചോക്കിയ, നമ്മൾ നവചോക്കിയിലാണ് വന്നത്. അതാണ് ഫേമസ് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലൂ സിറ്റി. അതെ, പണ്ട് കാലം തൊട്ടുള്ള. അതെ, ഈ ബിൽഡിംഗ് തൊട്ടാണ് സ്റ്റാർട്ടിങ് ബ്ലൂ സിറ്റിയുടെ. പക്ഷേ എല്ലാം ബ്ലൂ അല്ലല്ലേ? എല്ലാം ബ്ലൂ അല്ല, ഇപ്പോഴും ചെറിയ ചെറിയ ബിൽഡിങ്സിനൊക്കെ മാറ്റങ്ങളുണ്ട്. ഈ ബ്ലൂ കളറിലുള്ളതൊക്കെ പഴയ ബിൽഡിങ്സ് തന്നെയാണ് കൂടുതലും. ഇവിടെ വീടുകളിലും ഹോട്ടലും എല്ലായിടത്തും പ്രാവുണ്ട്. അതെ, ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആണല്ലേ? അതിൻ്റെ പെയിൻ്റൊക്കെ പോയി പൊളിഞ്ഞിരിക്കുന്നു.
നേരെ പോയാൽ എന്തെയാ? നേരെ പോയാൽ മതി. കഴിക്കണമെങ്കിൽ അവിടെ താഴോട്ട് പോകുമ്പം റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇറങ്ങിപ്പോയാൽ ഫുഡും ഇതൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഏരിയയൊക്കെ. പക്ഷെ ഇവിടെ റെസ്റ്റോറൻറ്റ് കുറവാന്ന് തോന്നി, ഇപ്പം അപ്പുറേ കൂടുതലും. ഓ അങ്ങോട്ട് മാറിയല്ലേ മെയിൻ സ്പോട്ടായിട്ട്. ഇതിപ്പോഴും മെയിനായിട്ട് ഇൻസ്റ്റഗ്രാം ഫോട്ടോഷൂട്ട് ആ പരിപാടികളാണ് ഇവിടെ. അതുകൊണ്ട് ഭയങ്കര ക്രൗഡും ആയിരിക്കും. ഓ ഇതേ ആ നേരെ കാണുന്ന ഫോട്ടോ നമ്മളിപ്പോൾ കയറി. ആ മന്ദിരം അത്, ആ അമ്പലം ഫോർട്ടിൻ്റെ മന്ദിരം അത്. ഞാൻ എന്തായാലും ഹിന്ദി അറിയത്തില്ലാത്തതുകൊണ്ട് ട്രാൻസ്ലേറ്ററിനെ കൊണ്ടാണ് വന്നേക്കുന്നത്. അതെ അതെ, പഠിച്ചോ, എൻ്റെ കൂടെ നടക്കുന്നത്, പഠിച്ചോ. അല്ലെങ്കിൽ കേട്ടാലൊക്കെ മനസ്സിലാവും. ചേച്ചി കേട്ടാൽ മനസ്സിലാവും, തിരിച്ച് സംസാരിക്കാത്തോണ്ടാ, തിരിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത്, അതാണ് പ്രശ്നം. തെറ്റിപ്പോയാലോ എന്നുള്ളൊരു ടെൻഷൻ. സ്ട്രീറ്റ് ഒക്കെ കൊള്ളാതെ നല്ല പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് ചിലയിടത്തൊക്കെ. ഈ നമ്മൾ റീൽസ് കണ്ട സ്പോട്ട് എവിടെയെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാനിപ്പോൾ അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയെങ്കിലും കിട്ടും, ഇത് കുറേ ഉണ്ടല്ലോ. ഇങ്ങനെ നടക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ കിട്ടും. ആ ഇതൊരു അമ്പലം ക്ഷേത്രമാണ്. അതെ, ഇടയ്ക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. നിന്നോട് എവിടുന്ന് റൈറ്റ് പോകാനല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ റൈറ്റ് അത് ആ റൈറ്റാന്ന് തോന്നുന്നു, പുറകിൽ റൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ നീല കണ്ടോണ്ട് ഇങ്ങോട്ടിങ്ങ് പോകുന്നു. ഇവിടെ എല്ലാം ഉണ്ടാവും, ഇവിടെ പോയി ചോദിച്ചു നോക്കാം. ജോധ്പൂർ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ ഈ ബിൽഡിങ്സും വീടുകളൊക്കെ ബ്ലൂ കളറിൽ പെയിൻറ്റ് ചെയ്തേക്കുന്നുണ്ടാണ്. പണ്ട് കാലത്ത് ബ്രാഹ്മിൺസ് അവരുടെ കമ്മ്യൂണിറ്റിനെ തിരിച്ചറിയാനും ശിവനോടുള്ള ഭക്തി കൊണ്ടുമാണ് ഈ ബിൽഡിങ്സിനൊക്കെ ബ്ലൂ കളർ അടിച്ചേക്കുന്നത്. അത് തന്നെയല്ല, ഈ ബ്ലൂ കളർ ലൈം സ്റ്റോൺ ആയിട്ട് ചെയ്യുമ്പോൾ ചൂട് കാലത്തൊക്കെ വീടിനുള്ളിൽ നല്ല തണുപ്പ് കിട്ടും. അതുകൊണ്ടൊക്കെയാണ് ബ്ലൂ കളർ അടിച്ചേക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ബ്ലൂ കളർ വീടുകളുണ്ട്. വഴിയൊന്നും തെറ്റിയിട്ടില്ല നമുക്ക്. കുഞ്ഞു വഴിയാ. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് തോന്നുന്നല്ലേ. ഈ റൂഫ് ടോപ്പ് കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വീടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ പഴയ വീടുകളല്ലേ, എന്തോന്നും ആരും ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നിപ്പം. ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഹോം സ്റ്റേകളും കഫേയൊക്കെ ഉണ്ട്. അതെ, ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. മൊത്തം പ്രാവുകളാണ്. നമ്മൾ ഇതുവരെ ഒരു കാക്കേനെ കണ്ടില്ല. ഇല്ല, നമ്മുടെ അവിടെ കാക്കിരിക്കുന്നല്ലോ, ഇവിടെ പ്രാവിരിക്കുന്നേ. ഞാൻ വിചാരിച്ചു ടൗണ് ഫുള്ള് ബ്ലൂ ആയിരിക്കുമെന്ന്. അല്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളൂ. എനിക്കത് എപ്പോഴും മനസ്സിലായെന്നറിയോ, നമ്മളെ ഫോട്ടോയിൽ പൊക്കത്തുന്ന വ്യൂ നോക്കിയില്ലേ, വ്യൂ നോക്കുമ്പോഴും കുറച്ച് ഭാഗങ്ങളൊക്കെ നീല, കുറച്ചൊക്കെ സാധാ റെഡ് സാൻഡ് സ്റ്റോണാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന്. ഇതൊക്കെ ഇവിടെ പച്ചക്കറികളും ഓരോന്നൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ജോധ്പൂർ വന്നിട്ട് ജയ്സാൽമീർ പോകാനായിരുന്നു. അതെ, പിന്നീട് അത് മാറ്റി ജയ്സാൽമീർ വന്നിട്ട് ജോധ്പൂരായി. ഇതൊരു ജെയിൻ മന്ദിറാണ്. നമ്മൾ ഇറങ്ങി വന്ന ലൈൻ ബ്ലൂ സിറ്റി ലൈൻ എന്നറിയുന്നത്, പക്ഷെ ഇങ്ങോട്ടാണ് കുറച്ചുകൂടെ ഭംഗിയല്ല. കുറച്ചുകൂടെ ബ്ലൂ ഇങ്ങോട്ടുള്ളത്. നേരെ വന്ന് ഇവിടെ കോട്ടമതിലാണല്ലോ കാണുന്നത്. അതെ, നമ്മൾ ഫോർട്ടിൻ്റെ ഒരെൻ്റെ അടുത്ത എൻഡിലോട്ട് എത്തിയെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ കടാംസർ അല്ല രസമുണ്ടല്ലേ. നമ്മള് ഇതാ കോട്ടയുടെ അവിടെ നിന്ന് കണ്ടല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല കേട്ടോ, ഇത് വേറെ. മോളെ ഇതേ സിപ്പ് ലൈൻ. ഓ ഇതല്ലേ സിപ്പ് ലൈൻ്റെ എൻ്റെ. ഇത് ഇവിടെ കുറേ താറാവൂട്ടന്മാരുണ്ട്. അത് ചെറിയൊരു അമ്പല. പ്രാവിനവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ആല് നിൽക്കുന്നു. ഇവിടെയാണ് ആ ഫോട്ടോഗ്രാഫി പോയിന്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. ഉണ്ടോയെന്ന് അറിയത്തില്ല, പോയി നോക്കാം. ഇത് കാണാൻ രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. അതെ, ഫോട്ടോഗ്രാഫി പോയിന്റ് ഒന്നല്ലായിരുന്നു, കടയായിരുന്നു. അതെ, ഞങ്ങളെ പറ്റിച്ചു. കടയുടെ വാതിക്കുള്ള ചെറിയ ഫോട്ടോഗ്രാഫി ഏരിയ ആയിരുന്നു. ഇനിയിപ്പം നമുക്കെന്നാ പോവാല്ലേ? പോവാം. അതിന് വഴിയല്ലേ തപ്പുന്നേ, മെയിൻ റോഡാണ് തപ്പി നടക്കുന്നത്. നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ അവിടെ പോവാം. അതെ, അവിടെ മാർക്കറ്റും ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ക്ലോക്ക് ടവറും പിന്നെ ഇവിടെ ഒരു ഡെസേർട്ട് റോക്ക് പാർക്കുണ്ട്. അപ്പോൾ അത് സൺസെറ്റിൻ്റെ സമയത്ത് ഡെസേർട്ട് റോക്ക് പാർക്കിൽ പോയിട്ടായിരുന്നു എനിക്കൊന്ന്. പക്ഷേ അതാ സമയത്തില്ലേ ചെല്ലണ്ട്. അതാ സമയത്താ. അത് ഇതിൻ്റെ അടുത്ത് തന്നെ, ഫോർട്ടിൻ്റെ അടുത്ത് തന്നെ. നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന വണ്ടിയുടെ അടുത്ത്. അതെ, 1 കിലോമീറ്റർ. പിന്നെ നമുക്ക് ആദ്യം ഫുഡ് എന്തെങ്കിലും കഴിക്കാം, ക്ലോക്ക് ടവറിലും പോവാം. ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഞങ്ങൾ കട തപ്പുന്നുണ്ട്. ഉണ്ട് ചെറിയ ചെറിയ കഫേ അതും ഇതൊക്കെ, പക്ഷെ അതൊക്കെ ഓരോ ഏരിയയിലാണ്. ഇതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ സിംഹവാലം കുരങ്ങിരിപ്പുണ്ട്. ഇതല്ലേ നമ്മളന്ന് പെഞ്ചിൽ പോയപ്പം കണ്ടേ. ഇവിടെ എവിടുന്നേലും ഓട്ടോ പിടിക്കണമെന്ന് തോന്നുന്നു. ഇല്ലേ നേരെ നടന്നു പോയാലും മതി. അതെ, 1 കിലോമീറ്റർ നടക്കുമോ നീ? ഐ ആം റെഡി ടു വാക്ക്.
നടക്കാം. നമ്മൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടല്ലേ? സത്യം, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് നടക്കുന്നു. സിറ്റി ഒക്കെ കറങ്ങുമ്പോൾ നടന്നല്ലേ രസം. യാ, അതാണ് വൈബ്. വെയിലൊക്കെ ഉണ്ട്, പക്ഷെ ഉണ്ടല്ലോ ഇവിടെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു 20-22 ആ ഒരു ലെവലിലേ ഉള്ളൂ. പച്ചക്കറികളൊക്കെ വെച്ചേക്കാൻ നല്ല രസമല്ലേ? ആ, ഇപ്പം ടയറിൻ്റെ പൊക്കത്തിൽ കൊട്ടയ്ക്കകത്തോട്ട് വെച്ചേക്കുന്നത്. ആ, ഇപ്പം ഇതെല്ലാം സ്നാക്സുകളാണ്. പൂക്കടകൾ, സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ ഏരിയയിൽ. ഇത് വാളൊക്കെ ഇരിക്കുന്നു. ആ, വാള്, അതിൻ്റെയൊക്കെ കടകളാട്ടോ. ഈ ക്ലോക്ക് ടവർ, ഈ ഗള്ളിക്കകത്തൂടെ ക്ലോക്ക് ടവറിലോട്ടൊക്കെയുള്ള വഴി. നമ്മളൊരു ഓട്ടോ എടുത്തു. അതെ, ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഷോപ്പുകളൊക്കെയാണ്. അങ്ങോട്ട് ഫുള്ള് തിരക്കാ വണ്ടി വന്ന്. ഇത് ഈ കാണുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച സ്വീറ്റ്സ് ആയിരിക്കുന്നത്. ഓ, ഈ തിരക്കിൽ കൂടെ നടന്നു പോകുന്നതും ചടങ്ങാ, അതുകൊണ്ട് ഓട്ടോ എടുത്തു. ഇവിടെ മറ്റേ വളകളൊക്കെ ഉണ്ടാക്കുന്ന കടകളുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വളകളൊക്കെ ജയ്പൂരിൽ പോയിട്ട് സർദാർ മാർക്കറ്റ്. ഇത് ഇവിടെ അതൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ഓ, അകത്തോട്ട് മാർക്കറ്റ് ഏരിയ അല്ലേ? ആ, ഫുള്ള് മാർക്കറ്റ് ഏരിയ. ആ കാണുന്നതാണ് ക്ലോക്ക് ടവർ. ഇവിടെ അതെ സ്റ്റാർട്ടിങ് തൊട്ട് മാർക്കറ്റാണ്. ഇവിടെ മാർക്കറ്റാണ്, അങ്ങോട്ടും എല്ലാം മാർക്കറ്റുകളാണ് ഫുള്ള്. ഈ ക്ലോക്ക് ടവർ മഹാരാജ സർദാർ സിംഗ് ഒരു ലേറ്റ് 19th സെഞ്ച്വറിയുടെ അവസാനം 20th സെഞ്ച്വറിയുടെ തുടക്കം പണിത ഒരു ക്ലോക്ക് ടവറാണ്. പണ്ടത്തെ ഓൾഡ് ജയ്പൂരിൻ്റെ ഒരു ഹാർട്ട് പറയാം, ഹൃദയം പറയാം ഈ ക്ലോക്ക് ടവർ. നഗർ നിഗം ജോധ്പൂർ ക്ലോക്ക് ടവർ. ഇന്ത്യൻസിന് 25 രൂപ പെർ ഹെഡ് എൻട്രി ഫീ, ഫോറിനേഴ്സിന് 100 രൂപ. ഇത് പണിത വർഷം 1910. ആ ക്ലോക്ക് ടവറിൻ്റെ ചുറ്റിനും നിറച്ച് പ്രാവാണ്. നമ്മളകത്ത് വരുന്നുണ്ടല്ലോ? ഓ, വേണമെന്നില്ല, നമുക്ക് ഇവിടുന്ന് വണ്ടിയുടെ അടുത്ത് പോവാം, ഇല്ലെങ്കിൽ സൺസെറ്റ് മിസ്സാവും. നമ്മളെ ഇന്നലെ എവിടെ വന്നതെന്ന് മനസ്സിലായോ? ഇല്ല. ആ, ഈ ബസാറിൻ്റെ എൻട്രി പോയില്ല. നമ്മളിപ്പോൾ വന്ന ഗേറ്റ് അല്ല, അപ്പുറത്തെ ഗേറ്റിൽ. ഇത് അവിടുത്തെ ഗേറ്റിലാണ് നമ്മൾ ഇന്നലെ വന്നത്, ആ കാണുന്ന ഗേറ്റിൽ. ഓക്കെ ഓക്കെ. അതായിരുന്നു ഇന്നലെ അതുപോലെ തിരക്ക്. ഞാനും ഓർത്ത് എന്ത് തിരക്കാ, ലൈക്ക് ടൂറിസ്റ്റുകളുടെ തിരക്കല്ല കണ്ടത്, അല്ലാണ്ട് ലോക്കൽ തിരക്ക് തന്നെ ഭയങ്കര കൂടുതലായിരുന്നു. ടൂറിസ്റ്റ് അസിസ്റ്റൻറ്റ് ഫോഴ്സ്. ഈ ക്ലോക്ക് ടവറിൻ്റെ അവിടെ നിന്നാൽ നമുക്ക് ഫോർട്ട് കാണാം. ഈ സിറ്റിയുടെ മിക്ക ഭാഗത്ത് നിന്നാൽ ഈ ഫോർട്ട് കാണാം അല്ലേ? നമ്മൾ അവിടെ അങ്ങനെ. ആ, ജയ്സാൽമീറിൽ നിന്നപ്പോൾ അവിടെ ഏരിയയിലെല്ലാം ഫോർട്ട് കാണാമല്ലോ. അതുപോലെ തന്നെ ജോധ്പൂരിൽ ഈ ഫോർട്ട് നമുക്ക് അവിടെ വന്നാലും കാണാം. പാത്രം വല്ലതും വേണം നമുക്ക്? എന്തിന്? നമ്മളല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ്. വേണം, ഇതുകൂട്ട് കുഞ്ഞ് ഡെപ്പി വേണമെങ്കിൽ മേടിച്ചോ. ആ, അതൊന്നും 2 മേടിച്ചു വെക്കാം. ഇനി ഫുഡ് എന്തെങ്കിലും ബാലൻസ് ഒന്നും എടുത്തു വെക്കാനേ. ആ, ഫ്രിഡ്ജൊന്നും ഇല്ല, അതുകൊണ്ട് അധികം ബാലൻസ് വന്നിട്ട് കാര്യമില്ല. അതെ. ഇനി അതേ ഇവിടെ ഇഷ്ടംപോലെ തുണിക്കടകളൊക്കെ ഉണ്ട്. തുണിക്കടകളും ബാഗുകളും. ഇവിടെ വളകളുടെയൊക്കെ സെക്ഷൻ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പച്ചക്കറി ഉണ്ട്, തുണിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രസ്സുണ്ട്, പാത്രങ്ങളുണ്ട്. ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് ഏരിയ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചേക്കാം. തിരിച്ചു പോകാം. ഫോർട്ടിൻ്റെ അടുത്തോട്ട് ഇനി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അതെ. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടി, നമ്മൾ പിന്നെ ഫോർട്ടിൻ്റെ അടുത്തോട്ട് പോവാം. യാ, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓൾഡ് ജോധ്പൂർ റോഡ് വഴിയാണ്. ഓണൊന്നും അടിക്കണ്ട, ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞു. അതെ. കോട്ടക്കാരൻ നമ്മളെ വിട്ടു, വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടു. ഇപ്പോഴിത്തിരി ഹാപ്പി ചെയ്ത്. സത്യം, ഭയങ്കര ഓണടിയായിരുന്നു നേരത്തെ. ലൈനിൽ കൂടെ നടക്കാൻ പോലും പറ്റിയല്ല, ഓൺ അടിച്ചിട്ട് ചെവിക്കകത്തെന്തോ പോലെയായിരുന്നു. ഇപ്പം ഒന്ന് സമാധാനം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അതെ, ബിരിയാണി ഓർഡർ ചെയ്തു. കുറച്ച് കഞ്ഞിരിപ്പുണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചു. അതിനിപ്പോൾ എന്നാൽ ഒരു ബിരിയാണി മതി എന്നുള്ള രീതിയിൽ ബിരിയാണി പറഞ്ഞാണ് ഈ ഒരു ബൗളിലേക്ക് കിട്ടുള്ളൂ. അതിനുള്ള ഉണ്ടായിരുന്നുള്ളൂ. അതെ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടു. ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് ദേ മലയുടെ മേളിൽ ഇപ്പോൾ അവിടെ സ്റ്റെപ്പുണ്ട്. പ്രാവ് എന്തേലും ഇരിക്കുന്നതെന്ന് കണ്ടോ? ഇന്നിത് ഇവിടെ താഴെ ഇതുങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളവും അതേപോലെ വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, തീറ്റയൊക്കെ. സൂര്യൻ ഇതേ അവിടെ മറഞ്ഞു തുടങ്ങി. ഫോർട്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഇപ്പോൾ കാണാൻ. താഴേന്ന് കണ്ട പോലെ അല്ല, കുറേ കയറാനുണ്ട്.
കേരള കേരള कैसा लगा जोधपुर? അച്ഛാ ഇനിയും മേളിലോട്ട് കുറേ കയറാനുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഇരുന്നാലും സൺസെറ്റ് കാണാം. ഈ സ്ട്രേറ്റ് വ്യൂ ഇത് ആ കാർ പാർക്കിങ്ങിലാണ് നമ്മൾ ഇത്ര നേരം വണ്ടി ഇട്ടിരുന്നത്. അങ്ങ് അകലെ ആ കാണുന്ന ഉബൈദ് പാലസ്, അവിടെയാണ് ഇപ്പോഴും ഇവിടുത്തെ ജോധ്പൂരിൻ്റെ രാജാവ് ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നത്. ഇതെന്തോ അമ്പലത്തിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. അതെ ഇതേ മേളിൽ ഓം പോട്ടെ കയറട്ടെ. കുറേ കൂടെ കയറാനുണ്ട് മേളിലോട്ട്. കുറച്ചുകൂടെ ഉള്ളു. ഈ സൺസെറ്റ് പോയിന്റ് ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നതല്ല. യാ ഈ ചുമ്മാ അവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ കുറേ പേര് ഇത് മലയുടെ മേളിൽ കയറി പോന്നു. പറഞ്ഞപ്പോൾ നമുക്കും കയറിപ്പോം. ആ ക്യൂരിയോസിറ്റിക്ക് ഒന്ന് കയറിയതാ. അതെ, റോക്ക് ഡെസേർട്ടിൽ പോകാനായിരുന്നു പ്ലാൻ, അത് നടന്നില്ല. ഇവിടെ ഇതേ മലയുടെ മേളിൽ കുറേ ആൾക്കാരുണ്ട്. പൊന്നതേ ക്യാക്ടസ്, ഞാൻ തൊട്ട് നോക്കും മുള്ളുണ്ടോന്ന്. അത് വേണ്ട കേട്ടാ, തൊട്ട് നോക്ക്. താങ്ക്സ്. കാണുന്നത് ഫുള്ള് ജോധ്പൂർ സിറ്റിയാണ്. 5:45 കഴിഞ്ഞു, 6 മണിക്ക് സൂര്യനസ്തമിക്കും. ഈ ട്രിപ്പിൽ നമ്മളുണ്ട് ഏറ്റവും നല്ല സൺസെറ്റ് ആയിരുന്നു ദേഗുൺ പീക്കിൽ. അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത് വേറൊരു ഭംഗിയാണ്. ശാലകരുണ്ട്, അത് മലയുടെ പൊക്കത്തുള്ള ഇതാണ്. പക്ഷെ ഇത് താഴ്വാരത്തുള്ള ഒരിത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ട് നല്ല രസമുണ്ട്. അവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണ്. നല്ല ലൊക്കേഷൻ അല്ലേ? യാ നമ്മളുണ്ടല്ലോ ആ ഫോർട്ടിൻ്റെ ഇടയ്ക്ക് കാണുന്ന ടൗണിലെ ആ ഏരിയയിൽ എത്രയും പോയി പെട്ടത്. എന്താണെന്നറിയോ, നമ്മൾ ആ പോയിന്റിലാണ് അവിടെ അമ്പലം ഉള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കാണ് പോയത്. ആ വഴിയെല്ലാം തെറ്റിയത് വഴി നടന്നില്ലേ? അതവിടെ ലൈൻസ് കാണാൻ. സൂര്യൻ ദേ താന്ന് പോന്നു. സൂര്യൻ അസ്തമിച്ചു, സൂര്യനൊക്കെ പോയി. ഇനി നമ്മളെന്താ പരിപാടി? എനിക്കറിയത്തില്ലേ, ഞാനൊന്നും തീരുമാനിച്ചില്ല. ഞാൻ വിചാരിക്കുന്നത് എന്നാന്ന് പറയാം, നമുക്കാണെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. യാ നല്ലൊരു തീരുമാനമായിരിക്കും. അതെ, റിലാക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം. ഇന്നത്തെ കൊണ്ട് ജോധ്പൂർ തീർന്നു. ഇപ്പോൾ സൂര്യനൊക്കെ പോയി പയ്യെ ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തോണ്ടാവുന്നേ. ഇവിടെ തണുത്ത കാറ്റുണ്ട്, കാറ്റ് വീശാൻ തുടങ്ങി, തണുപ്പായി. യാ നീ വണ്ടിയിൽ പോയി കയറുന്നത് നല്ലത്. അതെ, പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ കുറച്ച് നേരം കൂടെ സിറ്റി വ്യൂ ഒക്കെ കണ്ടിരിക്കാന്ന് വെച്ചു. നല്ല രസം. യാ ഞങ്ങളിങ്ങനെ സമയം കളയുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു ദിവസത്തിൽ മെയിൻ സമയം പോകാൻ പറ്റുന്ന രണ്ട് സംഭവമാണ് സൺറൈസും സൺസെറ്റും. സൺറൈസ് കൊണ്ട് ഞങ്ങൾ കാണാറില്ല. സൺസെറ്റ് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കും. നല്ല രസമാണ്. സമയം ഇപ്പം 7 മണിയായി. 6 മണിക്ക് വന്നാണ്. ഇവിടുത്തെ ഭംഗി കണ്ട് ഇവിടെ അങ്ങ് ഇരുന്ന് പോയി. 5:30 കഴിഞ്ഞപ്പോൾ വന്നാ. അതെ, രാത്രി നല്ല രസമുണ്ട്. അപ്പം നമ്മൾ സൺസെറ്റ് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവരെ പരിചയപ്പെട്ടു. ഇവരിവിടെ പഠിക്കുന്നവരാണ് ഡോക്ടർ ആകാനായിട്ട്. ആയുർവേദിക് ഡോക്ടേഴ്സാണ് പഠിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവർ നമ്മുടെ ചാനലിൽ കണ്ടായിരുന്നു മുമ്പേ. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ഒന്ന് മിണ്ടൊക്കെ ചെയ്തു. आपका नाम? सौरभ. सॉरी आपका नाम? निशांत. അപ്പൊ ഇവര് ബൊലേറോ ഓടിച്ചോണ്ടൊരു വെങ്കച്ച്, അല്ല സ്കോർപിയോ ഓടിച്ചോണ്ടൊരു വെങ്കച്ച് വരുന്നുണ്ട്. പേരൊക്കെ നോക്കിയതാണ്. അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ചു. അപ്പം ശരി എന്നാ. ശരി, ഓക്കെ ബൈ. अच्छे से करिए आप, है ना? लेकिन हमें ये याद रखना कि चलो ठीक है, कोई 20 साल के एज में अच्छे से गाड़ी करके पूरा राजस्थान घूम रहा है. मेरे में इतना गट्स नहीं. चलो बाय. बाय. പുനഃ ആ നിൽക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ? എനിക്ക് ചടിപ്പോയി. നീൽകായ്. ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയി സാധനം മേടിക്കാം. ടൗണിലോട്ട് പോവാം. ഇത് ജോധ്പൂർ ടൗണിൻ്റെ അത്യാവശ്യം പോർഷ് ഏരിയ. ഇവിടെ ഞാൻ നോക്കിയിട്ടേ എപ്പോഴും തിരക്കുള്ളൊരു സിറ്റിയാണ്. നമ്മൾ ഇന്നലെ ഈവനിങ് വന്നപ്പോൾ അപ്പോഴും തിരക്കായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു വൈകുന്നേരത്തെ തിരക്കായിരിക്കുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ ഉച്ചയ്ക്കും തിരക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ജോധ്പൂരിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. സമയം ഇപ്പം 9:15. അപ്പം നമുക്കൊരു 1 മണിക്കൂറും കൂടെ ഓടിയിട്ട് അത് ഇവിടുന്ന് ജയ്സാൽമീർ റൈറ്റ്, ലെഫ്റ്റ് ജയ്പൂർ. നമുക്കപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ മേളിൽ കാണുന്ന ഹൈവേ കാരണം അവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്. നോക്കാം. എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്തോ, ഇവിടെയോ അവിടെയോ എവിടാന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം. സക്സസ്. ഇവിടെ തന്നെ കിടക്കാം. അപ്പോൾ ഞങ്ങൾ 1 മണിക്കൂർ ഓടാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ 1/2 മണിക്കൂർ ഓടിയപ്പോഴേ നല്ലൊരു പമ്പ് കിട്ടി.
ഇന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇന്ന് എവിടെ കിടക്കുമെന്നോ ഒന്നും തീരുമാനിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എടുത്തു പോകാൻ എവിടെയെങ്കിലും കിട്ടുന്ന പോലെ കിടക്കാമെന്ന് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നും നല്ല സ്റ്റേ കിട്ടി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛൻ ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയുന്നു, എന്നാ നമുക്ക് എന്നാണെങ്കിലും നമുക്കുള്ളത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അത് കറക്റ്റായിരുന്നു. ഇതായിരുന്നു നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതെ, ഇന്ന് അതുകൊണ്ട് കിട്ടി. ഇന്നിപ്പം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, കുഴപ്പമില്ല, സേഫാണ്. പമ്പിൻ്റെ അകത്തായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ വെളിയിലും അല്ലല്ലോ. അപ്പം അകത്തായതുകൊണ്ട് ഹൈവേയിൽ നിന്ന് വിട്ടു കിടക്കുന്നത് വേറെ സീനൊന്നുമില്ല. നമ്മുടെ രാജസ്ഥാൻ ഡയറീസിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.